പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 302 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ അംബ്രോസിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ ലൂയിസ് ബെട്രാൻഡിനെ കുറിച്ചാണ്. ആദ്യമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാം. മനുഷ്യർ നിന്നെ നിന്ദിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ നിന്റെ ഹൃദയവും മനസ്സും ദൈവത്തിലേക്ക് ഉയർത്തുക. ജപമാലയുടെ ശക്തിയിൽ വിശ്വസിക്കുകയും അതിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ ഉയർപ്പിക്കുകയും ചെയ്ത വിശുദ്ധനാണ് ലൂയിസ് ബെട്രാൻഡ്. 1526 ജനുവരി 1 സ്പെയിനിലെ വലൻസിയയിലാണ് അദ്ദേഹം ജനിച്ചത്. കുട്ടിക്കാലം മുതലേ അതീവ ഭക്തനായിരുന്ന വിശുദ്ധ ബെട്രാൻഡിന് മാതാവിനോട് പ്രത്യേക ഭക്തിയുണ്ടായിരുന്നു. 19-ാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന അദ്ദേഹം 22-ാം വയസ്സിൽ പുരോഹിതനായി. സഭയിലെ പല പദവികളും വഹിച്ചു. ഏറ്റവും അധികം കാലം പ്രവർത്തിച്ചത് നോവിസ് മാസ്റ്ററായാണ്. സ്വയം പരിത്യാഗത്തിൻ്റെയും പരിഹാര പ്രവൃത്തികളെയും പ്രതീകമായി മാറിയ വിശുദ്ധൻ നവസന്യാസികൾക്ക് എന്നും ജീവിത മാതൃകയായിരുന്നു. 1562 തെക്കേ അമേരിക്കയിൽ മിഷണറി പ്രവർത്തനത്തിനായി പോയി. ഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് ഇന്ത്യക്കാർക്കിടയിൽ തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചു. കാർത്തികയിലായിരുന്നു തുടക്കം. അവിടെ അദ്ദേഹം 10,000 പേരെ ജ്ഞാനസ്നാനപ്പെടുത്തി. പനാമയിലെ ഇനം തുമസിലുള്ള ആദിവാസികൾക്കിടയിലും കരീബിയൻ ദ്വീപുകളിലും കാരിബ് വംശജർക്കിടയിലും അദ്ദേഹം പ്രവർത്തിച്ചു. കുറെ കാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങിയ വിശുദ്ധൻ വീണ്ടും പല പദവികളിലേക്കും നിയോഗിക്കപ്പെട്ടു. അവസാന കാലത്ത് അദ്ദേഹത്തെ കിടക്കയിലെടുത്തുകൊണ്ട് പ്രസംഗവേദിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഏറെ ക്ലേശപൂർണവും യാതനാ നിർഭരവുമായിരുന്നു ആ കാലം. ദീർഘകാലം രോഗിയായി കിടന്നതിന് ശേഷമാണ് ലൂയിസ് മരണമടഞ്ഞത്. മരണസമയത്ത് നിരവധി അത്ഭുത ദർശനങ്ങളുണ്ടായി. അദ്ദേഹത്തിന്റെ മരണസമയത്ത് ശരീരത്തിൽ നിന്നും ഒരു സ്വർഗീയ സുഗന്ധം പ്രസരിച്ചിരുന്നതായി നിരവധി പേർ സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്നും സ്വർഗീയ പ്രകാശം പ്രസരിക്കുകയും മുറിയിലാകെ സംഗീതം ഇറക്കുകയും ചെയ്തു. സംസ്കരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ശരീരത്തെ നശിപ്പിക്കാൻ കീടങ്ങൾക്കായില്ല. അഴുകാതിരുന്ന ശരീരം എല്ലാവർക്കും അത്ഭുതമായി. 350 വർഷം അഴുകാതിരുന്ന ശരീരം പക്ഷേ 1936 സ്പാനിഷ് കലാപകാലത്ത് നശിപ്പിക്കപ്പെട്ടു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. വീഴ്ചകളിൽ തളർന്നു പോകാതിരിക്കുക. വിത്ത് വിതച്ചാൽ ഉടൻ കായ്ഫലം ലഭിക്കില്ല. അതിന് നീണ്ട കാത്തിരിപ്പും കഠിന ശ്രമങ്ങളും ആവശ്യമാണ്. ഏവർക്കും നന്ദി.